ഇന്ത്യയുടെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ശില്പി, പരിസ്ഥിതി കാലാവസ്ഥാ വിഷയങ്ങളിൽ കൃത്യമായ ദിശാബോധം നൽകിയ പ്രധാനമന്ത്രി, സാമ്പത്തിക വിഷയങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഏതൊരു നേതാവും ഏതു സമയത്തും ആശ്രയിച്ച ഉപദേഷ്ടാവ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു പ്രഭാവമായി പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തും പരിസ്ഥിതി കാലാവസ്ഥാ സംരക്ഷണ മേഖലയിലും നിലകൊണ്ടത് ആരവങ്ങളുടെയോ ആഘോഷങ്ങളുടെയോ അകമ്പടിയോടെ ആയിരുന്നില്ല. മൗനവും ദീർഘവീക്ഷണവുമായിരുന്നു ആ ഭൗതിക ഇന്ധനത്തിന്റെ പ്രധാന ചേരുവകൾ. കാലാവസ്ഥാ വ്യതിയാനം ആഗോളതലത്തിൽ ഒരുപോലെ ഭീഷണിയും ആശങ്കയും ഉയർത്തിയ ആദ്യ നാളുകളിൽ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലാണ് ആദ്യമായി ഇന്ത്യയിൽ കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനായി ദേശീയാടിസ്ഥാനത്തിൽ പ്രവർത്തന പദ്ധതി രൂപീകരിക്കുന്നത്. അതേ തുടർന്ന് വനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നു. ആദിവാസി അവകാശ സംരക്ഷണം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും പോളിസികളും ഇന്ത്യയിലെ അടിസ്ഥാന വർഗങ്ങളുടെ ക്ഷേമത്തിനുതകുന്നവയായിരുന്നു. രാജ്യത്തെ ആദിവാസി ഗോത്ര വിഭാഗക്കാർ ദശാബ്ദങ്ങളായി അനുഭവിച്ചു വരുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ഗൗരവപൂർവ്വം പരിഗണിച്ചത് മൻമോഹൻ സിംഗ് ആദ്യമായി പ്രധാനമന്ത്രിയായ കാലത്തായിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ട് എയിംസിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെയാണ് മരണപ്പെട്ടത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ രാജ്യം 7 ദിവസം ദുഃഖമാചരിക്കും. സർക്കാരിന്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദു ചെയ്തിട്ടുണ്ട്. എല്ലാ ഔദ്യോഗിക ബഹുമതികളോടെയുമായിരിക്കും രാജ്യം അദ്ദേഹത്തിന് വിട നൽകുക. രാഷ്ട്രപതി ഭവനിലും പാർലമെന്റിലും സർക്കാർ ഓഫീസുകളിലും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ജനുവരി 3 വരെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പരിപാടികളും ദുഃഖാചരണത്തിന്റെ ഭാഗമായി റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം അക്കാദമിക ലോകത്തും ഭരണരംഗത്തും ഒരേപോലെ അനായാസം തിളങ്ങിയ അപൂർവ രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുസ്മരിച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പരിഷ്കരിക്കുന്നതിന് അദ്ദേഹം നിർണായക സംഭാവനകൾ നൽകി. രാഷ്ട്രത്തിനായുള്ള സേവനത്തിനും കളങ്കമില്ലാത്ത രാഷ്ട്രീയ ജീവിതത്തിനും അങ്ങേയറ്റത്തെ വിനയത്തിനും അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടും. അദ്ദേഹത്തിന്റെ വേർപാട് നമുക്കെല്ലാവർക്കും തീരാ നഷ്ടമാണ്. സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ച വിദഗ്ധനെന്നാണ് ഉപരാഷ്ട്രപതി പറഞ്ഞത്. ഉന്നതമായ ബൗദ്ധിക നിലവാരമുള്ള രാഷ്ട്രതന്ത്രജ്ഞനെയാണ് മൻമോഹൻ സിംഗിന്റെ വേർപാടിലൂടെ ഇന്ത്യക്ക് നഷ്ടമായതെന്നാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പറഞ്ഞത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ച സാമ്പത്തിക വിദഗ്ധനായിരുന്നു അദ്ദേഹം. ഉദാരീകരണത്തിന്റെ പാത തുറന്ന് സുപ്രധാന പരിവർത്തനത്തിലൂടെ അദ്ദേഹം ധീരമായി രാജ്യത്തെ നയിച്ചു. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ ധാരണ, സൗമ്യമായ പെരുമാറ്റം, ഇന്ത്യയുടെ പുരോഗതിയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത എന്നിവ ഓർമ്മയിൽ എക്കാലവും നിലനിൽക്കും. മൻമോഹൻ സിംഗിന്റെ സത്യസന്ധത എല്ലായ്പ്പോഴും പ്രചോദനമായിരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു. എതിരാളികളുടെ വ്യക്തിപരമായ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടും രാഷ്ട്രത്തെ സേവിക്കാനുള്ള പ്രതിബദ്ധതയിൽ അദ്ദേഹം ഉറച്ചു നിന്നു. രാഷ്ട്രീയത്തിന്റെ പരുക്കൻ ലോകത്ത് അതുല്യമായ മാന്യതയും സൗമ്യതയുമായിരുന്നു മൻമോഹൻ സിംഗ്. ജനലക്ഷങ്ങൾ എന്നും അഭിമാനത്തോടെ ഓർക്കും. അപാരമായ വിവേകത്തോടെ ഇന്ത്യയെ നയിച്ച മൻമോഹൻ സിംഗിന്റെ വിനയവും സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയും രാജ്യത്തെ പ്രചോദിപ്പിച്ചെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും അനുസ്മരിച്ചു.